നമസ്കാരം കൂട്ടുകാരെ, ഇന്ന് നമ്മൾ LGSന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിലെ ആകെ നാഡികൾ. മനുഷ്യ ശരീരത്തിലെ ആകെ നാഡികൾ 43 ജോഡി. എത്ര ശിരോനാഡികളാണുള്ളത്? 12 ജോഡി. എത്ര ശിരോനാഡികൾ ഉണ്ട്? 12 ജോഡി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, മനുഷ്യനിലെ സുഷുമ്ന നാഡികളുടെ എണ്ണം. മനുഷ്യനിലെ സുഷുമ്ന നാഡികളുടെ എണ്ണം 31 ജോഡി. 4. ജന്തുക്കളിലെ 2 തരം സന്ദേശവിനിമയ വ്യവസ്ഥകളാണ് നാഡീവ്യവസ്ഥയും അന്തസ്രാവി വ്യവസ്ഥയും. ജന്തുക്കളിലെ 2 തരം സന്ദേശവിനിമയ വ്യവസ്ഥകളാണ് നാഡീവ്യവസ്ഥയും അന്തസ്രാവി വ്യവസ്ഥയും. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകം. നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകം നാഡീകോശം അഥവാ ന്യൂറോൺ. ആറാമത്തെ ക്വസ്റ്റ്യൻ, ജീവശരീരത്തിൻ്റെ അടിസ്ഥാന നിർമ്മാണ ഘടകം. ജീവശരീരത്തിൻ്റെ അടിസ്ഥാന നിർമ്മാണ ഘടകം കോശം. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ജീവൻ്റെ ഭൗതിക അടിസ്ഥാനം എന്നറിയപ്പെടുന്നത്. ജീവൻ്റെ ഭൗതിക അടിസ്ഥാനം എന്നറിയപ്പെടുന്നത് കോശദ്രവ്യം. 8. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള ഭാഗം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള ഭാഗം പല്ലിൻ്റെ ഇനാമൽ. അപ്പം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള ഭാഗം പല്ലിലെ ഇനാമൽ. 9. ക്വസ്റ്റ്യൻ, പൂർണ്ണ വളർച്ചയെത്തിയ ഒരാളുടെ പല്ലുകളുടെ എണ്ണം. പൂർണ്ണ വളർച്ചയെത്തിയ ഒരാളുടെ പല്ലുകളുടെ എണ്ണമാണ് 32 ജോഡി. 32. ഒരു തവണ ഒരു വ്യക്തിക്ക് ദാനം ചെയ്യാൻ കഴിയുന്ന രക്തത്തിലെ സാധാരണ അളവ് 300 മില്ലി. ഒരു തവണ ഒരു വ്യക്തിക്ക് ദാനം ചെയ്യാൻ കഴിയുന്ന രക്തത്തിൻ്റെ സാധാരണ അളവ് 300 മില്ലി. 11. ക്വസ്റ്റ്യൻ, ആരോഗ്യമുള്ള ഒരു വ്യക്തിക്ക് എത്ര മാസത്തിലൊരിക്കൽ രക്തം ദാനം ചെയ്യാം? 3 അല്ലെങ്കിൽ 4 മാസത്തിലൊരിക്കൽ. ആരോഗ്യമുള്ള ഒരു വ്യക്തിക്ക് എത്ര മാസത്തിലൊരിക്കൽ രക്തം ദാനം ചെയ്യാം? 3 അല്ലെങ്കിൽ 4 മാസത്തിലൊരിക്കൽ. 12. ക്വസ്റ്റ്യൻ, ചുവന്ന രക്താണുക്കളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്നത്. പ്ലീഹ. ചുവന്ന രക്താണുക്കളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്നത് പ്ലീഹ. 13. ശരീരത്തിൽ ഏറ്റവും പ്രതിരോധശേഷിയുള്ള ഭാഗം. പ്ലീഹ. ശരീരത്തിൽ ഏറ്റവും പ്രതിരോധശേഷിയുള്ള ഭാഗം പ്ലീഹ. 14. ക്വസ്റ്റ്യൻ, മലേറിയ രോഗം പ്രധാനമായും ബാധിക്കുന്ന ഭാഗങ്ങളാണ് കരൾ, പ്ലീഹ. മലേറിയ രോഗം പ്രധാനമായും ബാധിക്കുന്ന ഭാഗങ്ങൾ കരൾ, പ്ലീഹ. 15. ക്വസ്റ്റ്യൻ, ദഹന പ്രക്രിയ ആരംഭിക്കുന്നത് എന്തിൽ നിന്നാണ്? ദഹന പ്രക്രിയ ആരംഭിക്കുന്നത് ചെറുകുടൽ. ദഹന പ്രക്രിയ ആരംഭിക്കുന്നത് എന്തിൽ നിന്നാണ്? വായിൽ നിന്ന്. ദഹന പ്രക്രിയ പൂർണ്ണമാകുന്നത് ഡാഷിൽ വെച്ചാണ്. ചെറുകുടലിൽ വെച്ചാണ് ദഹന പ്രക്രിയ പൂർണ്ണമാകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി. ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി ടയലിൻ. അടുത്ത ക്വസ്റ്റ്യൻ, ആമാശയരസത്തിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നികൾ. ആമാശയരസത്തിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നികൾ പെപ്സിൻ, റെനിൻ. മാംസ്യത്തിൻ്റെ ദഹനത്തിന് സഹായിക്കുന്ന ആമാശയരസത്തിലെ രാസാഗ്നി പെപ്സിൻ. മാംസ്യത്തിൻ്റെ ദഹനത്തിന് സഹായിക്കുന്ന ആമാശയരസത്തിലെ രാസാഗ്നി പെപ്സിൻ. അടുത്ത നമ്മൾ 20. ക്വസ്റ്റ്യനാണ് നോക്കുന്നത്. വൃക്കകൾ പുറപ്പെടുവിക്കുന്ന ഹോർമോൺ. വൃക്കകൾ പുറപ്പെടുവിക്കുന്ന ഹോർമോൺ റെനിൻ. 21. ക്വസ്റ്റ്യൻ, കൊഴുപ്പിൻ്റെ വിഘടനത്തിന് സഹായിക്കുന്ന രാസാഗ്നികളാണ് അമിലേസ്, ലിപ്പേസ്. കൊഴുപ്പിൻ്റെ വിഘടനത്തിന് സഹായിക്കുന്ന രാസാഗ്നികളാണ് അമിലേസ്, ലിപ്പേസ്. അടുത്ത ക്വസ്റ്റ്യൻ, മാംസ്യത്തിന് വിഘടനം സംഭവിക്കുമ്പോൾ അത് എന്തായി മാറുന്നു? അമിനോ ആസിഡുകളായി മാറുന്നു. മാംസ്യത്തിന് വിഘടനം സംഭവിക്കുമ്പോൾ അത് അമിനോ ആസിഡുകളായി മാറുന്നു. 23. ക്വസ്റ്റ്യൻ, ആമാശയത്തിലുള്ള ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ആമാശയത്തിലുള്ള ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്.
24. കൊഴുപ്പിന് വിഘടനം സംഭവിക്കുമ്പോൾ എന്തായി മാറുന്നു? ഫാറ്റി ആസിഡും ഗ്ലിസറോളുമായി മാറുന്നു. കൊഴുപ്പിന് വിഘടനം സംഭവിക്കുമ്പോൾ അത് ഫാറ്റി ആസിഡും ഗ്ലിസറോളുമായി മാറുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഹൃദ്രോഗ സംബന്ധമായ തകരാറുകൾക്ക് കാരണമാകുന്ന കൊഴുപ്പ്? കൊളസ്ട്രോൾ. ഹൃദ്രോഗ സംബന്ധമായ തകരാറുകൾക്ക് കാരണമാകുന്ന കൊഴുപ്പാണ് കൊളസ്ട്രോൾ. ശരീരത്തിനുള്ളിൽ രക്തം കട്ടപിടിക്കാതിരിക്കുന്നതിന് കാരണമാകുന്ന പദാർത്ഥം? ഹെപ്പാരിൻ. ശരീരത്തിനുള്ളിൽ രക്തം കട്ടപിടിക്കാതിരിക്കുന്നതിന് കാരണമാകുന്ന പദാർത്ഥം ഹെപ്പാരിൻ. മനുഷ്യ ശരീരത്തിലെ രക്തത്തിൻ്റെ അളവ് നിർണ്ണയിക്കുന്നതിന് ഉപയോഗിക്കുന്ന ചായം? ഇവാൻസ് ബ്ലൂ. മനുഷ്യ ശരീരത്തിലെ രക്തത്തിൻ്റെ അളവ് നിർണ്ണയിക്കുന്നതിന് ഉപയോഗിക്കുന്ന ചായം ഇവാൻസ് ബ്ലൂ. രക്തബാങ്കുകളിൽ രക്തം കട്ടപിടിക്കാതെ സൂക്ഷിക്കുന്നതിന് ഉപയോഗിക്കുന്ന രാസവസ്തു? സോഡിയം സിട്രേറ്റ്. രക്തബാങ്കുകളിൽ രക്തം കട്ടപിടിക്കാതെ സൂക്ഷിക്കുന്നതിന് ഉപയോഗിക്കുന്ന രാസവസ്തു സോഡിയം സിട്രേറ്റ്. മനുഷ്യ രക്തത്തിലെ പ്ലാസ്മയുടെ അളവ്? 55%. മനുഷ്യ രക്തത്തിലെ പ്ലാസ്മയുടെ അളവ് 55%. ഓക്കെ കൂട്ടുകാരെ, അടുത്ത വീഡിയോ ഉടൻ തന്നെ ചെയ്യുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.